നമുക്കിന്ന് റോബസ്റ്റ പഴം വെച്ചുള്ള ഒരു ബനാന കേക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്തതാണ്. 2 റോബസ്റ്റ പഴം നന്നായിട്ട് പഴുത്തത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉടച്ചെടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പഴമെല്ലാം നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് ചേർക്കുന്നത്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഈ ഒരു ചെറിയ ബൗള് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ബൗൾ പഞ്ചസാര, ഒരു 5-6 ഗ്രാമ്പൂവും 1 പീസ് പട്ടയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 250 ഗ്രാം മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി വെച്ചിരുന്ന മിക്സിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ബദാം ക്രഷ് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം. തയ്യാറാക്കാനായി നമ്മൾ ഈ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഓയിൽ തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബൗൾസ് പോകാൻ വേണ്ടി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു കുക്കറിനകത്ത് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. നമുക്കിതിലേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. കുക്കറിൻ്റെ വാഷറും വിസിലും എല്ലാം നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ച് ഒരു 40-45 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്കെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. അപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കാം. ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇളക്കി മാറ്റാം. കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സ്പോഞ്ച് പോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേക്ക്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലും തയ്യാറാക്കി നോക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തെ ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.